ഹലോ. ഹലോ, ആ, ലിയാഖത്തല്ലേ? അതെ, ലിയാഖത്താണ്. ഔ, കിട്ടുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പറയൂ. ആ, പേര് അങ്ങനെ പറയണമെന്നുണ്ടോ? നിർബന്ധമില്ല. ആ, ഓക്കെ. ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഉം. ആ, എങ്ങനെ ഇപ്പൊ പറയാ, എനിക്കൊരു ഹലോ. പറയൂ പറയൂ. ഞാൻ രാവിലെ ഓഫീസിലാണ്. എന്തെങ്കിലും സീരിയസ് മാറ്റർ ആണോ? അതെ അതെ. ഒന്ന് പറയൂ. ഓക്കെ. എനിക്കൊരാളെ ഇഷ്ടമാണ്. ഉം, അപ്പൊ അയാള് മുസ്ലിമാണ്. ഉം. അപ്പൊ അതിനെ കുറിച്ചിട്ട് കുറച്ച് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തിനെ കുറിച്ചാ ഡൗട്ട്? ആ, ഇതിനെക്കുറിച്ച് ഈ മതത്തിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങളുടെയൊക്കെ വീഡിയോ കണ്ടപ്പോഴാണ് ഉം, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലായത്. ഉം. അപ്പൊ ആളോട് അത് പറയുമ്പോ ആളത് അല്ല, ഈ പറയാ പ്രണയത്തില് മതം എങ്ങനെയാ വരുന്നത്? അത് ആൾക്ക് കൺവേർട്ട് ചെയ്യണം എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ടുണ്ടോ? അങ്ങനെ കണ്ടീഷൻ ഒന്നും വെച്ചിട്ടില്ല. പക്ഷെ അല്ല, ഇങ്ങനെ അങ്ങനെ കണ്ടീഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മുൻകൂട്ടി കാണുകയും ആ, അത് മനസ്സിലാക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ആ, കാരണം അങ്ങനെ കൺവേർട്ട് ചെയ്ത് പോകാവുന്ന ഒരു മതമൊന്നും അല്ല, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ഇസ്ലാം. ആ, അത് ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. ആ, അപ്പോ ഈ പ്രണയത്തിൽ മതം മാറണം എന്ന കണ്ടീഷൻ വെക്കുന്നത് തന്നെ ഉം, തെറ്റാണല്ലോ. ഉം, ഉം. അതെ. അത് ഇനിയിപ്പം ഈ പുള്ളിയുടെ നിലപാട് എന്താണ് ആ കാര്യത്തില്? അത് ആൾക്ക് അങ്ങനെ ഒരാളെ നിർബന്ധിച്ചാക്കണം എന്നില്ല. പക്ഷെ ആൾക്ക് അങ്ങനെ നിർബന്ധിച്ചാക്കണം എന്നുണ്ടാവില്ല. പക്ഷെ കല്യാണം സമാധാനത്തോടെ നടക്കണം എന്നുണ്ടെങ്കിൽ ആവേണ്ടി വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതായത് ചെറുപ്പം തൊട്ടേ ഇത് പഠിച്ചതുകൊണ്ട് ഇങ്ങനെ ഓരോന്നാകുമ്പോ തെറ്റാണ്. എന്താ അപ്പൊ പറയാ, അങ്ങനെയാണെങ്കിൽ അയാൾ പ്രണയിക്കുന്നത് തെറ്റല്ലേ? അതെ. ഉം. അപ്പൊ എന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. ഉം. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ മുന്നേ ഇങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ആൾക്കത് കാണിച്ചു അപ്പൊ കൊടുത്തു. നിങ്ങൾ ചെറിയ പ്രായം തൊട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുന്നല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇത് മാറുന്നതും ബുദ്ധിമുട്ടല്ലേ? ഇല്ലല്ല, ഞാൻ ഒരിക്കലും മാറില്ല. ആ അപ്പൊ ആ, അത് അപ്പൊ എന്തായാലും ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നത് നല്ലതാണ്. ആ, അത് അപ്പൊ എനിക്ക് വ്യക്തത വരുത്തുന്ന ആ വ്യക്തിയുടെ മാത്രമായിരിക്കൂല. അപ്പൊ നിങ്ങള് ആ, കുടുംബമൊക്കെ ആയിട്ടുള്ള അറിഞ്ഞുള്ള കല്യാണമാണെങ്കിൽ അത് അവസാന നിമിഷം അതിൽ വലിയ പ്രഷറുകൾ വരാൻ സാധ്യതയുണ്ട്. ആ, പിന്നെ ആ കാരണം അവര് പറയും, ആ, എന്താ നീ വീട്ടുകാര് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ അടുത്തൊരു കുട്ടിയുടെ കേസ് കണ്ടിട്ടുണ്ടായില്ലേ? അതെ അതെ. ആ ആ സാധ്യത അവിടെ ഉണ്ട്. നമ്മള് ആ, അപ്പൊ കണ്ണടച്ചിട്ട് കാര്യമില്ല. അപ്പൊ എനിക്ക് ഇതുണ്ട്. ആളിനി എന്തോ എന്തോ ആയിക്കോട്ടെ. പക്ഷെ എനിക്ക് ഇതിന്റെ സത്യം ഒന്ന് ആൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നുണ്ടായിരുന്നു. ഉം. അപ്പൊ അതെങ്ങനെ എവിടുന്ന് തുടങ്ങും എന്നറിയില്ല. അത് എന്താ പറയാ, അങ്ങനെ നമുക്ക് നമ്മളുടെ ഒരു ആവശ്യത്തിന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉം, നിങ്ങളുടെ ഒരു സൈഡ് നിങ്ങളുടെ സൈഡ് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ്. ഉം, ഈ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നൊരു നിബന്ധന കല്യാണവുമായി ബന്ധപ്പെടുത്തി ഉം, ആ പുള്ളി പറയാം, അല്ലെങ്കിൽ അല്ല, അവരുടെ വിശ്വാസം അങ്ങനെയാണ്. ഉം, ബഹുദൈവ വിശ്വാസികള്, പ്രത്യേകിച്ച് നിങ്ങൾ ഹിന്ദു ക്രിസ്ത്യനോ ഒക്കെ ആണെങ്കിൽ ഉം, അവരുമായിട്ട് അങ്ങനെ ഒരു കല്യാണം അനുവദനീയമല്ല എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് ഉം, ആ വിവാഹം സാധുവാകണമെങ്കിൽ ഈ ഉം, രണ്ടുപേരും മുസ്ലിം ആയിരിക്കണം എന്നൊരു നിബന്ധന ഉണ്ട്. ഉം, ആ നിബന്ധനയാണ് ഇവർ മുന്നോട്ട് വെക്കുക. ഉം, മനസ്സിലായോ? പക്ഷെ അങ്ങനെ ഉം, ഉള്ള നിബന്ധന നമ്മളെ സംബന്ധിച്ച് പ്രണയത്തിൽ രണ്ടാൾ കല്യാണം കഴിച്ച് ജീവിക്കുന്നതിനകത്ത് രണ്ടാളുടെ വിശ്വാസം ഇടകലർത്തുന്നത് തന്നെ തെറ്റാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേട് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഒരാളെ സ്നേഹിച്ചു കല്യാണം കഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ദൈവവിശ്വാസമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കാഴ്ചപ്പാടുകളോ അതൊക്കെ അടിയറവ് വെക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നല്ലതാണോ അല്ലയോ നിങ്ങളും ആലോചിക്കുക. അപ്പൊ ഈ ഒരു കണ്ടീഷൻ അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതിന് പകരം ആളെ ഇസ്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് എനിക്കറിയില്ല. ഉം, ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനകത്ത് ഉം. ഒരാൾ പഠിക്കാൻ തയ്യാറായാൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. അപ്പൊ ആള് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഉം. ആളാദ്യം സുന്നിയായിരുന്നു. ഉം. പിന്നെ അതിലെന്തൊക്കെയോ ആശയങ്ങൾ തെറ്റാന്ന് അയാളിപ്പോ മനസ്സിലാക്കിയിട്ട് മുജാഹിദാണോ? അതെ അതെ വിസ്ഡം. മുജാഹിദാണെങ്കിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒക്കെയാണ് നിങ്ങളെ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. ഞാൻ പറയണമെന്ന് തോന്നണ്ട. കാരണം അത്രയും തീവ്രമായിട്ടുള്ള മതഭ്രാന്ത് കയറിയ വേറെ വിഭാഗം കേരളത്തിലില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അതത്ര ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല അത്.
അപ്പൊ അത് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാൻ ആ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് അയാളോടും അയാളുടെ വീട്ടുകാരോടൊക്കെ സംസാരിക്കേണ്ടവരാണ്. സംസാരിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതം. അല്ലെങ്കിൽ അവസാന നിമിഷം നിങ്ങൾ ബുദ്ധിമുട്ടിലാവും. ഉം. ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് മാറി. മുജാഹിദ് വിഭാഗം അല്ലെങ്കിൽ ഈ വഹാബി വിഭാഗമാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ. ഉം. അപ്പൊ അവര് പറയണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടേത് കുറച്ചുകൂടി എന്താ പറയാ സോഷ്യലി നല്ലതാണ്, അതായത് കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉള്ളതാണ് അതെ അതെ. അങ്ങനെയൊക്കെയാണ് പറയണത്. എന്ത് സ്വാതന്ത്ര്യമാണെന്ന് ചോദിച്ചാൽ മതി, അവരോട് ചോദിച്ചാൽ മതി. ഈ സ്വന്തം പിന്നെ ഇങ്ങനെ ഇപ്പൊ ഈ ഇങ്ങനെ ഹാദിയയുടെ കേസിൽ ഇപ്പം ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു വിവാദമുണ്ട്. ഉം, അപ്പോ ഒരു മിനിറ്റ്. വിവാദമുണ്ട്. ഹാദിയയുടെ അമ്മ മരണപ്പെട്ടു, അവർ പോയില്ല ഉം, എന്ന് പറയുന്നത്. അപ്പൊ അത് പോവാതിരിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുള്ള സംഗതികൾ കാണുന്നുണ്ട്. അതേപോലെ ഉം, പോവാതിരിക്കാനുള്ള റീസൺസ് വേറെ ആയിരിക്കാം എന്ന് ന്യായീകരിക്കുന്നവരുണ്ട്. പക്ഷെ ഉം, ആക്ച്വലി വിശ്വാസപരമായിട്ട് ഒരു മുഷിരിക്കായ അമ്മയെ കാണാൻ അല്ലെങ്കിൽ അവരുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കൽ അനുവാദമില്ല എന്നാണ് ഒരു വിഭാഗം മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഉം, അപ്പൊ ഹാദിയയുടെ വിശ്വാസം ഇതിൽ ഏത് പണ്ഡിത ഇതിലാണെന്നുള്ളതിനനുസരിച്ചിരിക്കും ഒരു പോകാതിരിക്കുന്നതിന്റെ കാരണം മതപരമാണോ അല്ലേ എന്ന് തീരുമാനിക്കാം. ഇനി അതിനപ്പുറത്തേക്ക് ഏത് വഹാബിയും അംഗീകരിക്കുന്ന ഒരു കാര്യം, ഒരു സ്വന്തം അമ്മയോ അച്ഛനോ ഒക്കെ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് ആ ഡെഡ് ബോഡി കാണാൻ പോകണമെങ്കിൽ പോലും, മുസ്ലിം ആണെങ്കിൽ പോലും ഭർത്താവിന്റെ അനുവാദം വേണം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അവിടെ ഏത് സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഉം. പിന്നെ ഈ അടിമത്തത്തിനെ പറ്റിയൊക്കെ പറയുമ്പോ പറയണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ സാഹചര്യം വെച്ചിട്ട് വേണം പഠിക്കാന്. അല്ല, സാഹചര്യം അടിമത്ത് ഏത് സാഹചര്യത്തിലും അടിമത്താണ്. ഈ പുറത്തുനിന്ന് ഇങ്ങനെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും യുദ്ധമൊക്കെ ഉണ്ടാവുമ്പം അപ്പൊ അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നവർ മാത്രമേ ഇപ്പോഴും നമ്മളെ അടിമകളാക്കുള്ളൂ. നാട്ടിൽ യുദ്ധം ഉണ്ടല്ലോ, ആ യുദ്ധം അപ്പൊ എപ്പോഴും നടക്കുന്നുണ്ടല്ലോ. ഞാനപ്പോ ഇത് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഉം. അത് ഇങ്ങനെ അന്ന് ജയിലിൽ ജയിലില്ലാത്തത് ആ അന്നത്തെ കാലഘട്ടത്തിന്റെയും ആ മനുഷ്യന്മാരെയും പോരായ്മയല്ലേ. ആ ദൈവത്തിന്റെ നിയമത്തിൽ എന്താ അതൊരു എക്സ്ക്യൂസ് അല്ലല്ലോ. ആ അതായത് ആ കാലഘട്ടത്തിൽ അറിവിന് പരിമിതി ഉണ്ടായിരുന്നു, സൗകര്യങ്ങൾ പരിമിതി ഉണ്ടായിരുന്നു എന്നത് ആ ഒരു തിന്മയെ ഇക്കാലത്ത് ന്യായീകരിക്കാനുള്ള കാരണമല്ല. ആ ആ മനസ്സിലായോ? അത് ആ ദൈവത്തിന് അറിയില്ലേ ജയിൽ എന്ന് പറയുന്ന സംവിധാനം പിന്നെ വരും. ഉം ഉം ഇതിനൊക്കെ വേറെ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് ദൈവത്തിന് അറിയില്ലേ? ദൈവമല്ലേ മതം പറഞ്ഞു കൊടുക്കുന്നത്. ആ അപ്പൊ അതിന് പകരം നിങ്ങൾ ഇന്ന് ഓലെയൊക്കെ അടിമയാക്കി വെച്ചോളി എന്നല്ല ആളോട് ചോദിക്കും. 4:24 ഏതാണ് ഖുറാനില്? ഉം ഭർത്തൃമതികളായിട്ടുള്ള ആളുകൾ, ഈ പിടിക്കപ്പെട്ട ആളുകളിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഭാര്യയെ ഉം ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കുന്ന ഖുറാൻ വചനം ഉണ്ട് അതിനകത്ത്. ഉം അപ്പൊ അതെന്ത് ധാർമ്മികതയാണ്? ഉം. ഇനി അത് മാത്രമല്ല, 4 ഭാര്യമാരെ വരെ ആവാം എന്നുള്ളതുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞു. മുജാഹിദ് ആണെങ്കിൽ ഒന്നും പേടിക്കണ്ട, ഒരു 50% ആൾക്കാരും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഉം ഏഹ് അപ്പൊ ഞാൻ ഈ ചോദിച്ചു പറയുന്ന പ്രധാനപ്പെട്ട മുജാഹിദ് നേതാക്കന്മാരൊക്കെ 2 കല്യാണം കഴിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പം ഉം, ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് ഉണ്ടാവുമ്പോ ഉം, എന്ത് വിശ്വസിച്ചിട്ടാണ് ഇതാക്കുക? അപ്പൊ നാളെ വേറൊരാളെയും കൂടി ഉം, ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ചോദിച്ചു. പറഞ്ഞു സമ്മതമല്ലാണ്ട് പാടില്ല എന്ന് പറഞ്ഞു. ഉം. അപ്പൊ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഇതിൽ സമ്മതം ആവശ്യമില്ല. ഇല്ല പറയുന്നില്ലല്ലോ. ഇല്ല, അങ്ങനെ സമ്മതമില്ല. അന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഉം, അപ്പൊ എന്നോട് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇന്ന് ഞാൻ ഈ എല്ലാം കണ്ട് അറിഞ്ഞതിന് ശേഷം പറഞ്ഞു ഇതിൽ ഉം, സമ്മതത്തിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. ഉം. അപ്പൊ പറഞ്ഞു അത് സമ്മതമല്ലാണ്ടൊന്നും ചെയ്യില്ല, അതാണ് ഒരു കറക്റ്റ് ഒരു മറുപടി ഒന്നും തരാണ്ട് അങ്ങനെ. ചെയ്യോ ഇല്ലേ എന്നുള്ളതല്ല, മതത്തിൽ ഉം, സമ്മതം ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. സമ്മതം ഉം. ആവശ്യമില്ല. സമ്മതം ആവശ്യമില്ല. ആദ്യത്തെ ഭാര്യനെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇപ്പൊ മുസ്ലിം ആണെങ്കിൽ പെൺകുട്ടീന്റെ സമ്മതം ഉം, വാപ്പ പോലും ചോദിക്കണ്ട, നിർബന്ധമല്ല. ഉം, ഉം. വേണമെങ്കിൽ എന്റെ അപ്പൊ കല്യാണം ചില ഉറപ്പിച്ചിട്ടുണ്ടോന്നൊന്ന് പറയാം. കാര്യങ്ങള് അറിയാ ഇതാണ്, പക്ഷെ അത് പറയാൻ പേടി. കാരണം അപ്പൊ ഞാൻ ചോദിച്ചു ഈ 72 പേര് ഉള്ളത് കണ്ട് അത് മോഹിച്ചത് കൊണ്ടാണോ ഉം, ഇതൊക്കെ കണ്ടിട്ടും ഇങ്ങനെ തെറ്റല്ല എന്ന് പറയാൻ തോന്നണ ചോദിച്ചു. അപ്പൊ ഉം. പറഞ്ഞു അത് ആഗ്രഹിച്ചിട്ടല്ല, ഈ നരകത്തിനോടുള്ള പേടി കൊണ്ടാണെന്ന് പറഞ്ഞു. നരകപ്പേടിയാണ് ഏറ്റവും പ്രധാനമായിട്ട് വർക്ക് ചെയ്യുക. ഉം, അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഉം, നരകപ്പേടിയാണ്. പിന്നെ അതേപോലെ ഉം. ചെറിയ പ്രായം തൊട്ട് ഇത് കണ്ടീഷൻ ചെയ്യപ്പെട്ടതാണ്. കാരണം ആളുടെ ഉമ്മ ഇത് ഉം, ഭയങ്കരമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉം. ആളുടെ അവിടെ ഉമ്മ മാത്രല്ല. ഉണ്ടാവും, മദ്രസ ആ, ഉണ്ടാവും, കുറെ ഉം, സംഭവങ്ങൾ ഉണ്ടല്ലോ. ഉം, പിന്നെ ഈ ആ, പറഞ്ഞതിന് ശേഷം ഇപ്പൊ ഇയാള് സുന്നി തെറ്റാണ് തോന്നി ഉം, മുജാഹിദ് ആശയത്തിലേക്ക് പോയി കഴിഞ്ഞാല് ഉം, അത് അവിടെ നിന്നുള്ള പേടിപ്പിക്കല് ഈ സുന്നികളിനേക്കാളൊക്കെ ഭീകരമാണ്. ഉം. സുന്നികൾ കുറച്ച് മൗലൂദും അദ്ദാദും ഒക്കെ അതിനാണ് പൊയ്ക്കോളും. ആ. അപ്പൊ ഇതങ്ങനെയല്ല, ഇത് നിങ്ങളുടെ രാവും പകലും വീഡിയോസ് ഒക്കെ ഈ വിസ്ഡത്തിൽ ഇങ്ങനെ ചെറിയ കട്ട് ചെയ്തിട്ട് അവര് നുണ പറഞ്ഞു എന്നുള്ളതാണ് അവര് കാണുന്നത്. ഉം, ഉം.
അപ്പൊ ഞാനിങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോ ഇവരൊക്കെ പറയണ നോണയാണ്, ഇവര് പറയണ നോണയെന്നുള്ള എന്റെ കയ്യിലുണ്ട്, ഞാൻ എനിക്ക് വേറെ വീഡിയോസ് കുറച്ച് കാണിച്ചു തരാന്ന് പറയും. ആ, അപ്പൊ ഈ വീഡിയോ പോലും ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് നിക്കൂല. ഉം. അത് അപ്പൊ പേടി ഇതില് കൊണ്ടാണെന്നേ. ഞാൻ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത്. ഉം, ഒന്നുകിൽ ആ, ആൾക്ക് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടാൽ ആ, ഉം, ആള് ആ സമുദായത്തോട് അല്ലെങ്കിൽ ആ കുടുംബത്തോടൊക്കെ കലഹിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോകേണ്ടി വരും. ഉം, അതല്ല, അവിടെ അവരോട് സമരസപ്പെട്ടു പോകുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ നിങ്ങളോട് മതപരിവർത്തനത്തിന്റെ കണ്ടീഷൻ മുന്നിൽ വരും. അപ്പൊ ഇത് രണ്ടും അതൊരിക്കലും മുന്നിൽ കണ്ടിട്ട് ചെയ്യില്ല. വേണം, ഉം, അത് ഉം, രണ്ടും മുന്നിൽ കണ്ടിട്ട് വേണം മുന്നോട്ട് പോകാൻ. കാരണം ഉം, ഞാനിത് പണ്ട് പറഞ്ഞത് ഭയങ്കര വിവാദമായിരുന്നു. ഉം, മുസ്ലിം കുട്ടികളെ പ്രേമിക്കുന്നവർ ജാഗ്രത. ഉം. അല്ല, ഇവർക്ക് ഇത് അറിയാലോ, പിന്നെ നമുക്ക് ഇതൊന്നും അതാണ് അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞിട്ടും പറഞ്ഞത് ഇവര് ജാഗ്രത ഉണ്ടാവണം എന്ന് ഞാൻ പറയാൻ കാരണം, ഉം, ഇവരുടെ മതപരമായിട്ടുള്ള ഇപ്പൊ ഈ എല്ലാതും ഈ ലവ് ജിഹാദൊന്നുമല്ല. ഉം, മനസ്സിലായി? ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഉം. പ്രണയത്തിലായത് അയാൾ നിങ്ങളെ മതപരിവർത്തനം നടത്തി സ്വർഗത്തിൽ പോകാൻ മോഹിച്ചിട്ടൊന്നും ആയിരിക്കില്ല. അല്ല. നിങ്ങൾ പ്രണയത്തിലാവുന്നു, അത് ഉം, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഉം, പക്ഷെ ഇത് കല്യാണത്തിന്റെ ആ ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ഉം, മതത്തിന്റെ കണ്ടീഷൻ അവിടെ നിർബന്ധമായിട്ട് വരും. ഉം, കാരണം അവർക്ക് ഒരു ഇവർ പറയുമ്പോൾ ഹലാലായ ജീവിതം എന്ന് പറഞ്ഞാൽ ഉം, അനുവദനീയമായ വിവാഹമാവണമെങ്കിൽ ഉം, നിക്കാഹ് നടക്കണം. നിക്കാഹ് സാധു ആകണമെങ്കിൽ ഈ ഉം, രണ്ട് കക്ഷികളും മുസ്ലിങ്ങളായിരിക്കണം. ഇങ്ങനെ ഉം, നിബന്ധനയുണ്ട്. ഉം, ഈ നിബന്ധന വരുന്നതോടുകൂടി അവര് ആ ഒരു അവസ്ഥയിൽ ചെന്നപ്പെടും. ഉം, അപ്പൊ ഇതറിയാതെയാണ് ഒട്ടുമിക്ക പിന്നെ ആ മുസ്ലിം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഉം, പ്രണയത്തിലായി പോകുന്നത്. ഉം, അവർക്ക് അറിയില്ല. ഉം, പക്ഷെ ഇതുകൊണ്ടുണ്ടാവുന്ന സമൂഹത്തിലുണ്ടാവുന്ന ദുരന്തം വേറെ ഉണ്ട്. കണ്ടോ, ഒരു ആൺകുട്ടി നിങ്ങളുടെ വിവാഹം പോലും ഉം, ഒരു വിവാഹത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു കൺവേർഷനിലേക്ക് പോകുമ്പോൾ ഇതിനെ ലവ് ജിഹാദ് എന്നാണ് ഇപ്പുറത്ത് വിളിക്കുക ആൾക്കാര്. ഉം, അതുകൊണ്ടുണ്ടാക്കുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഉം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുസ്ലിം കുട്ടികള്, ഈ മുസ്ലിം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളെ പ്രണയത്തിലാവുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് അറിയാം ഈ കാര്യം, ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉം, വരുന്നത്. ഉം. അപ്പൊ അത് അവര് ചിലപ്പോൾ വിചാരിക്കുന്നത് ഒന്നേലാണ്. എന്താന്ന് വെച്ചാല് ഉം, അവരുടെ കുടുംബം കുറച്ച് ലിബറൽ ആണ്, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഉം, എന്നൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും. ഉം, അങ്ങനെയൊന്നും അല്ല ഫാക്ട്. അത് അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഉം, അവസ്ഥകൾ മാറും. അപ്പൊ ഉം, ഈ ജാഗ്രത ഈ പ്രണയത്തിലാവുന്ന സമയത്ത് നോക്കണം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞപ്പോ ഞാൻ മുസ്ലിം വെറുപ്പ് പറയാണ് എന്നൊക്കെ ചില സലഫികൾ ഈ വിസ്ഡത്തിന്റെ ആൾക്കാർ നിലവിളിക്കാൻ ശ്രമിച്ചു. ഉം, അതിൽ എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് എങ്കിൽ, പ്രണയം ഉം, ഹറാമാണെങ്കിൽ ഉം, അങ്ങനെ പ്രണയത്തിലാകുന്നത് തെറ്റാണല്ലോ. അപ്പൊ ഉം, അത് അവിടെ തന്നെ സൂക്ഷ്മത മുസ്ലിം ആൾക്കാർക്ക്, മുസ്ലിം കുട്ടികൾക്ക് ഉണ്ടാവണം, ആൺകുട്ടിയാലും ഉം, പെൺകുട്ടിയാലും. ഉം, ഇസ്ലാമിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇസ്ലാമിൽ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്ന് മുസ്ലിം പെൺകുട്ടികളായിട്ട് മുസ്ലിം ആൺകുട്ടികളോ പെൺകുട്ടികളെ പ്രേമിക്കുന്ന ആ മുസ്ലിം ആയിട്ടുള്ള കുട്ടികള് അവർ മനസ്സിലാക്കി വെക്കണം. ഉം, അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം വരാനിരിക്കുന്നുണ്ട് എന്ന ഒരു ധാരണയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പൊ ഉം, അതിനെ ടാക്കിൾ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാ മറികടക്കേണ്ടത്, കൺവേർട്ട് ചെയ്യണോ വേണ്ടേ, ഉം, ഇത് പ്രണയം തുടരണോ തുടരണ്ടേ, ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തീരുമാനിച്ച് ആലോചിച്ച് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ അത് സഹായിക്കും എന്നാണ് എന്റെ ഒരു ഇത് ഞാൻ കൊറേ നിലപാട്. തിങ്ക് ചെയ്തപ്പോ ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോ കറക്റ്റ് ആയിട്ടൊരു മറുപടി അങ്ങനെയൊന്നും ഇല്ല. എന്റെ കാര്യത്തിൽ ഞാൻ എന്താണ്? പറയാം. ഞാൻ ഈ ഉം, അടുത്ത കാലത്ത് ഒരു അമ്മ ഉം, പ്ലസ് ടുവിന് പഠിക്കുന്ന, ഇളയ മകള് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരമ്മ ഉം, മുംബൈയിൽ അവർ ജീവിക്കുകയാണ്. ഉം, അവര് എന്നെ വിളിച്ചിരുന്നു. ഉം, കേരളത്തിലെ വളരെ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ, ഹിന്ദു കുടുംബത്തില് ഉം, ജീവിച്ച് ജനിച്ച ഒറ്റ മോളാണ്. ഉം, അവര് ഇതേപോലെ ഒരു പ്രണയത്തിലായി. ഒരു ഉം, വഹാബി തന്നെയായിരുന്നു. ഉം, ആ പ്രണയത്തിലായി, ഒരു കല്യാണം കഴിച്ചു, മതം ഉം, മാറി. മതം മാറിയതോടുകൂടി അവരുടെ സ്വഭാവം മാറി. ഉം, പിന്നെ ഈ പറഞ്ഞതുപോലെ വീടുമായിട്ടുള്ള ബന്ധങ്ങൾ പൂർണ്ണമായിട്ട് പോയി. ഉം, ആം, ഈ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇയാൾ വേറെ കല്യാണം കഴിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്ക് രണ്ട് ഉം, മക്കളായി. ഉം, അപ്പോൾ പല 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 പ്രശ്നങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഉം, അവര് എന്നോട് പറഞ്ഞത്, ഞാൻ ചിരിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. അപ്പൊ എന്നോട് കുറച്ചധികം സംസാരിച്ചു. ഉം, കുറേ നേരം എന്നോട് സംസാരിച്ച് കുറെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർക്കൊരു ആശ്വാസം. ഉം, അപ്പൊ ഞാൻ എന്തോ ഒരു കാര്യം, ഒരു തമാശ, മതത്തിന്റെ കാര്യം പറഞ്ഞ സമയത്ത് എന്തോ ഒരു തമാശ പറഞ്ഞപ്പോഴാണ് അവർ ചിരിച്ചത്. അപ്പൊ ചിരിച്ചപ്പോ എന്നോട് പറഞ്ഞു, "ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് അങ്ങനെ ഉം, ചിരിക്കുന്നത്." ഉം, അപ്പൊ ഇതാണ് ഈ ഇസ്ലാം മതത്തിനകത്തേക്ക് ചെന്ന് പെടുമ്പോഴുള്ള ജീവിത സാഹചര്യത്തിന്റെ ഒരു വശം. അത് എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഉം, മതപരമായിട്ട് ആ ജീവിത സാഹചര്യം ഉം, അത് ലെജിറ്റിമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഉം, സ്ത്രീകളുടെ ജീവിതം നിയമപരമായിട്ട് അനുവദിക്കുന്ന മതമാണ് ഇസ്ലാം. എന്ന് ഉം, പറഞ്ഞാൽ ഭാര്യയെ ആ അർത്ഥത്തിൽ കൺട്രോൾ ചെയ്യാനും, ഉം, അരിജാലു കവ്വാമൂന എന്നൊരു സാധനമുണ്ട്. അതായത് പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാണെന്നും ഉം, അവര് അനുസരണക്കേട്, ഉം, ഭാര്യമാരിൽ സ്ത്രീകളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ ഭർത്താവിനെ അനുസരിക്കുന്നവരാണെന്നും ഉം,
അനുസരണക്കേട് കാണിക്കുന്ന ആശങ്ക ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഉപദേശിക്കുക. പിന്നെ കിടപ്പറയിൽ നിന്ന് അകറ്റി നിർത്തുക. ഉം, പിന്നെ അതേപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ അടിക്കുകയും ചെയ്യുക ഉം. എന്നൊരു വചനമുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഞാൻ കാണിച്ചു കൊടുത്തിരുന്നു. ആ ഇത് ഞാൻ ഞാൻ പറഞ്ഞത് കാണിച്ച നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഒരു ഒരു പങ്കാളികള് ഉം, പരസ്പരം അടിച്ച് അനുസരിപ്പിച്ച് ഉം, പറഞ്ഞ് പേടിപ്പിച്ച് ഉം, ഇപ്പം നീ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ എന്നെ ബെഡ്റൂമിൽ കയറ്റൂല, ഉം, ഇങ്ങനെയൊന്നും അല്ല നമ്മൾ ഇന്നത്തെ കാലത്ത് ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉം, പരസ്പര സ്നേഹവും വിശ്വാസവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കരുതലും, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ചീത്ത പറയും, ചിലപ്പോൾ വഴക്കിടും. അത് ഉം, രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവകാശമാണ്. ഉം, കറക്റ്റ് ചെയ്യലും കൺട്രോൾ ചെയ്യലും ഒക്കെ. ഉം, എന്തെങ്കിലും കൺട്രോളിങ് ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ്. അല്ലാതെ ചീത്ത പറയാണ് അടി ഉണ്ടാക്കണേ ഒരാൾ ഇങ്ങോട്ട് വഴക്ക് പറയാൻ പറ്റും, ഒരാൾ അങ്ങോട്ട് വഴക്ക് പറയാൻ പാടില്ല, അങ്ങനെയൊന്നും അല്ലല്ലോ. ഉം, ഇനിയിപ്പോ അടിയാണെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് കൊടുക്കാമെങ്കിൽ ഉം, അങ്ങനെ നമ്മൾ ജീവിക്കേണ്ടതാണ് ഇന്നത്തെ ഉം, കാലത്ത്. അങ്ങനെയുള്ള പങ്കുവെക്കലാണ് നമ്മൾ ദാമ്പത്യം എന്നിപ്പോ പറയുന്നത്, പങ്കാളിത്തം. ഉം, അല്ലാതെ ഇനിയിപ്പോ ഞാനീ പറഞ്ഞ അടി വേറെ പ്രശ്നമായിട്ട് വരും. ഞാൻ പറഞ്ഞത് ഇതാണല്ലോ പങ്കാളിത്തം. തുല്യരായിട്ട് രണ്ടുപേരുടെ അവകാശങ്ങളെ വ്യക്തിത്വങ്ങളെ മാനിച്ചുകൊണ്ട് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവാം. ഉം, അതല്ലാതെ ഒരാളുടെ നിയന്ത്രണത്തിലായിരിക്കും. എന്നിട്ട് അതിന് കാരണം പറയുന്നത് അവന്റെ ചെലവ്. ഇവര് പറയാ നിങ്ങൾക്ക് പണിക്ക് പോണ്ട, നിങ്ങളെ സംരക്ഷിക്കും. ഉം, ഇതൊക്കെ ഉടായിപ്പാണ് കേട്ടോ. ഈ ഉം, വാദങ്ങളൊക്കെ ഉടായിപ്പാണ്. മതപരമായിട്ട് ഒരാള് ഉം, കുടുംബത്തിൽ ജീവിതം കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ ആ കുടുംബത്തിലെ പെണ്ണിന്റെ ജീവിതം നരകമായിരിക്കും. ഉം, കാരണം സുന്നിന്ന് മാറി മുജാഹിദിലേക്ക് പോയി ഉം, ഇങ്ങനെ കുടുംബം നരകമായ എത്രയോ കുടുംബങ്ങൾ എനിക്ക് നേരിട്ടറിയാം. ഉം, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് മുജാഹിദായിട്ട് ജീവിതം കോഞ്ഞാട്ടായി പോയ കുട്ടികളെ എനിക്കറിയാം. ഉം. പക്ഷെ നമുക്ക് അവർക്ക് ഇതിൽ ഉള്ളത്തെ പല കാര്യങ്ങളും അറിയില്ല. പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിപ്പോ ഒന്നും അറിയില്ല. ഉം, ഇപ്പൊ അവര് ആകൃഷ്ടരായിട്ടുണ്ടാവുക ചിലപ്പോ തൗഹീദിലായിരിക്കും. അതായത് ആ, സുന്നികളെ പോലെ ഇങ്ങനെ നേർച്ചയും ആ, പിന്നെ ആ. അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അന്ന് ആള് മാറാൻ കാരണം ഇങ്ങനെ ആണുങ്ങൾ തന്നെ പരസ്പരം മോശമായിട്ട് കണ്ടു, മോശമായിട്ടുള്ള ബിഹേവ് ഉം, ചെയ്തു. ഉം, പിന്നെ ഒരു പൈസക്ക് വേണ്ടി ഓരോന്ന് ചെയ്യണു. പക്ഷെ ഉം, ഇതിലാണെങ്കിൽ പൈസക്ക് വേണ്ടിയിട്ടല്ല ചെയ്യണത്. ഉം. ഭയങ്കര സ്നേഹം ആ കൊടുത്തു. ഈ സാധനം ഉണ്ടല്ലോ, ഉം, ഇതാണ് ഇതിൽ ആകർഷണം. ഇപ്പം ഉം, ഇവര് പറയണ ഈ പള്ളിക്കത്തെ പ്രശ്നം എല്ലായിടത്തും ഉണ്ട്, അത് മുജാഹിദിൽ ഉം, ഇല്ലാന്നൊന്നുമില്ല, അത് പോട്ടെ. ഉം. ഞാൻ പറഞ്ഞത് ബാക്കി ഇവര് പറയണ അന്ധവിശ്വാസം, അനാചാരം ആ, എന്നിവർക്ക് അതെ തോന്നുന്ന അതെ. ആ, ആ, കാര്യങ്ങള്, പിന്നെ ഈ പൂജ, ഉം, നമ്മൾ ആ, ഈ ഇതൊക്കെ പറയില്ലേ, ഈ ആ, നേർച്ച, ഉം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ആ, അപ്പൊ അതെ, ഇത് പ്യുവർ പറയാറുണ്ട്. തൗഹീദാണ്, ആ, പ്യുവർ അതെ. തൗഹീദാണ്. ഈ ആ, പ്യുവർ തൗഹീദിന്റെ പ്രശ്നം, ഈ ഉം, പ്യുവർ തൗഹീദ് ഒരാൾ തലയിൽ കയറിയാൽ അയാള് ഈ മതത്തിന്റെ നിയമങ്ങളൊക്കെ ജീവിതത്തിൽ ഉം, പരമാവധി പാലിക്കാനുള്ള തീവ്രമായിട്ടുള്ള പരിശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഉം, എത്രത്തോളം മതനിയമങ്ങൾ അയാളുടെ ജീവിതത്തിലേക്ക് അയാള് പിന്നെ കണിശമായിട്ട് ഉൾച്ചേർക്കാൻ ശ്രമിക്കുന്നോ ഉം, അത്രയും അയാൾക്ക് ചുറ്റുമുള്ള ആളുകളുടെ ജീവിതം ദുരന്തമായിരിക്കും. ഉം. ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉം. മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തല മുട്ടയടിക്കണം. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാവുന്നത് ഇതുകൊണ്ടാണ്, ഇത് ആ. അതുകൊണ്ട് താടി വെക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇപ്പൊ താടി കളയാൻ പറഞ്ഞു. ആള് കുറച്ചൊക്കെ അത് ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ കളഞ്ഞു. ഇപ്പൊ താടി കളഞ്ഞു. ഉം. മുടി മുട്ടയടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഉം. ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഉം. ഇതിത്തെ പല കാര്യങ്ങളും അറിയില്ല തോന്നുന്നു. അറിയാണ്ടാണ് ഇത് നമുക്ക് ഫോളോ ചെയ്യുന്നത്. സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. അതായത് ഇപ്പം നിങ്ങൾ സംസാരിക്കാൻ പുള്ളി തയ്യാറാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളുടെ പ്രശ്നം എന്താണ്, ഉം. ഇതുകൊണ്ടുണ്ടാവുന്ന ഒരു വ്യക്തി വട്ടം ഒന്ന് കോണ്ടാക്ട് ചെയ്താ കിട്ടുമായിരുന്നു. അത് എന്നെ വിളിച്ച സംസാരിക്കാം, അതൊന്നും കുഴപ്പമില്ല. എനിക്ക് ആളിങ്ങനെ ഓരോന്ന് പറയുമ്പോ എനിക്ക് അതിന് എവിടെ കറക്റ്റ് പുള്ളിയുടെ മറുപടി സ്ഥലം? ഞാൻ എറണാകുളത്താണുള്ളത്. ഇപ്പൊ നേരിട്ട് പുള്ളി എറണാകുളത്ത് വന്നാലും തന്നെ. കാണണമെങ്കിൽ കാണുന്നതിനും ബുദ്ധിമുട്ടൊന്നുമില്ല. ആ, ആദ്യമായിട്ട് ഞാൻ വിളിച്ചിട്ട് ഫസ്റ്റ് ടൈം വിളിച്ചിട്ട് ഉം. എടുക്കണത്. ശരി. താങ്ക് യു. അപ്പം നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും പോവില്ലല്ലോ അല്ലേ? ഇല്ല, ഞാൻ ഈ എനിക്ക് ഇനിയും കൊറേ സംഭാഷണം പുറത്തു വിടണമെങ്കിൽ പുറത്തു വിടാം. പേരും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒരുപാട് ഇ- കുട്ടികൾ ഇത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം അതെ, എനിക്കിപ്പോ ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഉം, ഇപ്പൊ പഠിച്ചോൻ ഇത്ര നല്ല വലിയൊരാളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യന്മാരെ പരസ്പരം മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്തത്? അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മനുഷ്യത്തല്ലാണ്ട് ഇവിടെ ഇതൊക്കെ പറഞ്ഞു നടക്കണേല് എന്താ അർത്ഥമുള്ളത്? അപ്പൊ ഈ ഇങ്ങനെ പറയുന്ന ആൾക്കാരുടെ മനസ്സിൽ ഒട്ടും മനുഷ്യത്തല്ലല്ലോ. ഇവര് പറയണവര് പരീക്ഷണ വസ്തുക്കളാണെന്ന്. അപ്പൊ നമ്മളെ പോലത്തെ ആൾക്കാരെ ഇവരുടെ പടച്ചോനും പരീക്ഷണ വസ്തുവായിട്ട് ഇടുന്നത് എന്തിനാണ്? ഇവരുടെ അത് മതത്തിലത്തെ ആൾക്കാരെ മാത്രം പരീക്ഷണ വസ്തു ആക്കിയാൽ മതിയല്ലോ. നമ്മളെയും കൂടി അതിക്ക് മതത്തിന്റെ ആക്കണ അല്ല എന്തിനാ? ഞാൻ പറയണത്. മനുഷ്യരെ ദൈവം പരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആ ദൈവം എത്ര വികല ചിന്തയുള്ള ആളാണ്. ആ ദൈവത്തിന്റെ മാനസികാവസ്ഥ എന്തോ ദുരൂഹമാണ്. അതെ, കാരണം നമ്മൾ ഈ ഇവര് പ്രപഞ്ചത്തിന്റെ അധിപൻ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം എന്നാണല്ലോ പറയണേ. അതെ, അതെ. ഈ പ്രപഞ്ചത്തിന് നമുക്ക് അറിയാവുന്ന നമുക്ക് അറിയാവുന്ന പിക്ചർ പോലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കാണ്. ഉം, മീൻസ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനപ്പുറത്തേക്കാണ്.
അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം എത്രയായിരിക്കും? അതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഭൂമി, അതിനകത്ത് നമ്മൾ ഒരു ജില്ലയിൽ ഒരു വീട്ടിൽ ജീവിക്കുന്ന ഒരു ജീവി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ പുറത്തിരുന്ന് പ്രപഞ്ചത്തിലേക്ക് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് എത്ര സൂക്ഷ്മമാണ്. അപ്പൊ അത്തരം നമ്മളിപ്പോ ഏതെങ്കിലും നമ്മൾ ഉറുമ്പുകളെ പിടിച്ച് പരീക്ഷിച്ചുകൊണ്ടിരിക്കുവോ? അവരെങ്ങനെ ചട്ടിയിലിട്ട് വറുക്കുക, അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ തീ വെച്ച് വെക്കുക, ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കൂലല്ലോ. അപ്പോ അതിനേക്കാളും ഭീകരമായിട്ടുള്ള വ്യത്യാസമുള്ള ഒരു സൃഷ്ടാവ് ഒരു സൃഷ്ടിനെ ഇങ്ങനെ വെള്ളപ്പൊക്കം, ഭൂകമ്പം, മാരകമായിട്ടുള്ള അസുഖങ്ങള്, അപകടങ്ങള് ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്നത് ഒരു വികലമായിട്ടുള്ള ദൈവസങ്കല്പമാണ്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുകയും അതിന് കൃത്യമായിട്ടുള്ള ആലോചന നടത്തുകയും ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകുക. കാരണം അബദ്ധത്തില് ഞാനിപ്പോ നിങ്ങളെ പ്രണയത്തിനെതിരായിട്ട് പറയല്ല, ഇങ്ങനെ ഇത് വിവാഹത്തിലേക്ക് ചെന്നുപെട്ട് അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി അറിയുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ എപ്പോഴും അങ്ങനെയാണല്ലോ ഒരു കാര്യം ഒരു ഒരു അസസ്മെന്റ് നടത്തിയിട്ട് വേണമല്ലോ എന്ത് കാര്യവും മുന്നോട്ട് പോകാൻ. പ്രത്യേകിച്ച് ഈ വഹാബി എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ തൗഹീദൊക്കെ ആയിരിക്കും അവർക്ക് ആകർഷണം ആദ്യഘട്ടത്തിൽ തോന്നുന്നെങ്കിലും. പിന്നെ ഇവര് ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഇനി ജബ്ബാർ മാഷിന്റെ ക്ലാസ് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇവര് പറഞ്ഞു എല്ലാം ഖുറാനിലെ പഠിക്കുന്നതിന് എന്തോ വേറെ എന്തോ ഉണ്ട്, അത് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പം അത് വിസ്ഡം പറയുന്ന പോലെയാണ് പഠിക്കേണ്ടത്, വിസ്ഡത്തിന് കറക്റ്റ് ക്ലാസ് ഉണ്ട്. വിസ്ഡത്തിൽ ഒരെണ്ണം പോലും ഇല്ല. അത്യാവശ്യം മര്യാദക്ക് നമ്മളോട് ഒരാൾ സംശയം ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റുന്ന ഒരെണ്ണം വിസ്ഡത്തിനകത്തില്ല. ഈ വിസ്ഡത്തിന്റെ ആളല്ല മുജാഹിദ് ബാലുശ്ശേരി. അമ്പലത്തിന് പിരിവെടുക്കൽ വേശ്യാലയം പോലെയാണെന്ന് പറഞ്ഞ ആള് വിസ്ഡത്തിന്റെ മുതലാളിയാണ്. അത് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ ചോദിച്ചു ഗാന്ധിജി അപ്പൊ ഇത്രയും നല്ല മനുഷ്യനല്ലേ, നമുക്കൊക്കെ വേണ്ടി ഇത്രയും പൊരുതി അങ്ങനെ മരിച്ച ആളല്ലേ, അപ്പൊ അയാളൊക്കെ നരകത്തിലാണോടാ, അപ്പൊ അതിലെന്ത് ഉള്ളത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതൊക്കെ പടച്ചോൻ തീരുമാനിക്കും, പടച്ചോന് വിചാരിച്ചിട്ടില്ല. അത് വെറുതെ എന്നാണ് പറയണേ. ഒന്നീ പുള്ളിക്ക് അറിയില്ല, അതായത് ഒരാള് സ്വർഗത്തിലാണോ നരകത്തിലാണോ നമുക്ക് പറയാൻ പറ്റില്ല എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അത് തരികിട വാദമാണ്. ഒരാള് വിശ്വാസം എന്ന് പറഞ്ഞാല് അയാള് നാവ് കൊണ്ട് വെളിവാക്കി പറയണം. അതായത് ഒരാൾ വിശ്വാസം ഉള്ളിലുണ്ടായിട്ട് കാര്യമില്ല, വിശ്വാസം ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്ന വേണം. അതാണ് വിശ്വാസി എന്ന് പറഞ്ഞാൽ. അങ്ങനെ വിശ്വസിക്കാത്ത ഒരാളുടെ കർമ്മങ്ങൾക്ക് യാതൊരു പ്രതിഫലം ഉണ്ടാവില്ല എന്ന് ഖുറാനിൽ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ പിന്നെ ഒരാൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് പറയാൻ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് വിശ്വാസികളുടെ കാര്യമാണ്. അത് ഒരാൾ വിശ്വസിച്ചു എന്നുകൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകില്ല എന്നൊരു വിശ്വാസമുണ്ട്. അപ്പൊ ആ കർമ്മങ്ങളൊക്കെ അതേപോലെ അനുഷ്ഠിക്കണം, മതപരമായിട്ടുള്ള നിയമങ്ങളൊക്കെ പൂർണ്ണമായിട്ട് പാലിക്കണം, അല്ലാതെ ഒരാൾ വിശ്വാസി ആയതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകില്ല എന്നൊരു വാദമുണ്ട്. അപ്പൊ വിശ്വാസികളുടെ കാര്യത്തിലാണ് ഒരാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് മനുഷ്യന്മാർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തത്. വിശ്വസിക്കാത്തവരുടെ കാര്യത്തിൽ ഉറപ്പിച്ച് ഖുർആൻ ഇഷ്ടംപോലെ തവണ പറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കാത്തവർ, കാഫിറുകൾ, മുശ്രിക്കുകൾ അവർ നരകത്തിലായിരിക്കുമെന്നും അതിൽ നിത്യവാസികളായിരിക്കുമെന്നും അവർക്ക് അനന്തമായിട്ടുള്ള ശിക്ഷ ഉണ്ട് എന്നൊക്കെ ഇഷ്ടംപോലെ ഖുർആൻ വചനങ്ങളുണ്ട്. അപ്പൊ അതൊരു ഒരു രക്ഷപ്പെടൽ വാദമാണ്. അതായത് ഇപ്പം നമുക്കറിയാവുന്ന സമൂഹത്തിന് വേണ്ടി ജീവിതം ത്യജിച്ച മനുഷ്യന്മാരെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ നരകത്തിലാണെന്ന് പറയാൻ അയാൾ ഇപ്പൊ ജീവിക്കുന്ന കാലഘട്ടത്തില് അയാളുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. അത് കൊണ്ട് മാത്രം അയാൾ ആ മതത്തിന്റെ നിയമത്തെ മൂടി വെക്കാൻ ശ്രമിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതാണ് അതിന്റെ കാര്യം. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് തന്നെ വേണം മുന്നോട്ട് പോകുന്നെങ്കിൽ മുന്നോട്ട് പോകാൻ കാര്യങ്ങൾ. ഒന്നുമില്ല, ഞാൻ പറയുന്നത് വിശ്വാസമാണ് ഒരാൾക്ക് ഇമ്പോർട്ടന്റ് എങ്കിൽ ഇത്തരം ഒരു വിവാഹത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യം. മനസ്സിലായോ? അതിന് ഈ പറഞ്ഞ അയാളോട് ചോദിച്ചു നോക്കിയ ഈ വിസ്ഡത്തിന്റെ അഭിപ്രായ പ്രകാരം കല്യാണത്തിന് പ്രണയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കിയേ. അപ്പൊ അയാളത് ചെയ്യണതോ തെറ്റ് ചെയ്യരുത് എന്ന് പറ. അപ്പൊ അയാളെ തെറ്റ് ചെയ്യാതെ അയാളുടെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കണം എന്നാ ഞാൻ പറയാം. പ്രണയമൊക്കെ പിന്നെ ഞാനിങ്ങനെ മുജാഹിദ് ബാലുശ്ശേരിന്റെ പ്രസംഗത്തിന്റെ ഇത് കാണിച്ചു കൊടുത്ത് പറഞ്ഞു ആള് ഭയങ്കര ഫാനാണ്. പക്ഷെ ഇത് കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പൊ ഗാന്ധിജീനെ ഒക്കെ നരകത്തിൽ ഇടുക ചെയ്ത് പറഞ്ഞു അത് മുജാഹിദ് ബാലുശ്ശേരി പറയണ പോലെ ഒന്നും ആവില്ല, അയാള് അപ്പൊ തെറ്റായിരിക്കും പറയാ, അങ്ങനെ എന്തോ പറഞ്ഞു. വിശുദ്ധത്തിലെ ഏറ്റവും വലിയ മൂല്യന്മാരിൽ ഒരാളാണ് മുജാഹിദ് ബാലുശ്ശേരി. ആദ്യത്തെ 3 ആളെടുത്തു കഴിഞ്ഞാല് ഒരാളാണ് മുജാഹിദ് ബാലുശ്ശേരി. അയാൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ പിന്നെ അയാൾ എന്ത് വിചാരിച്ചിട്ട് വിശുദ്ധത്തിന് വിശ്വസിക്കുക? പിന്നെ ആരപ്പോ ബാസിലൊക്കെ പറയണാണോ വിശ്വസിക്കുന്നത്? ബാസിലൊക്കെ വലിയ ആള് എന്നാണ് ആളുടെ വിചാരം. പക്ഷെ എനിക്ക് കണ്ടിട്ട് എന്തൊക്കെ പറയണ തെറ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ ഫോണിൽ വിളിച്ചാൽ പോലും മര്യാദക്ക് സംസാരിക്കാന്
കഴിയാതെ നിലവിളിക്കായിരിക്കും ചെയ്യാം. ഒരു ഡോക്ടർ എന്നാ പറഞ്ഞത്. ഉം. അപ്പൊ ഒരു ഡോക്ടറായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണത് ശരിയാണോ എന്നാണ് ഉം. ചോദിക്കാനുള്ളത്. ഡോക്ടർ ഇത്ര കാര്യങ്ങളൊക്കെ പറയണത്. ഡോക്ടർമാർക്ക് വിവരക്കേട് പറയാൻ പാടില്ല എന്നിപ്പോ നമുക്ക് രാജ്യത്ത് നിയമമൊന്നും ഇല്ലല്ലോ. വിവരക്കേട് പറയാൻ ആർക്കും അവകാശമുള്ള രാജ്യത്താണല്ലോ. ഉം. അങ്ങനെ മനുഷ്യനെ ആശ്വസിക്കും. മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത അത് ഈ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മതം തലയിൽ കയറിയ പിന്നെ അങ്ങനെ കാണാൻ കഴിയില്ല. ഇത് മതം ഉം. എന്നല്ല, പല മതങ്ങളിലും ഈ പ്രശ്നമുണ്ട്. പക്ഷെ ഇത് കുറച്ച് ഈ വഹാബിസം തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇവര് പറയും മനുഷ്യന്മാരായിട്ട് മുസ്ലിങ്ങളെ പോലും പൂർണ്ണമായിട്ട് അവര് മുസ്ലിങ്ങളായിട്ട് കാണൂല. അതാണ് അവരുടെ പ്രശ്നം. ഉം. ഇപ്പൊ അവരുടെ ഉം. മതം അവരുടെ ദൈവം ഒക്കെ അംഗീകരിക്കുന്ന ആൾക്കാരെ പോലും ഉം. പിന്നെ പൂർണ്ണമായിട്ട് അവർ അംഗീകരിക്കുകയൊന്നുമില്ല. ഇവരുടെ ഉം. നേതാവ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് ഈ ആധുനിക ലോകം കണ്ട ഏറ്റവും ഭീകരനായ മനുഷ്യൻ. ഉം. പക്ഷെ ആ രീതിയിൽ അയാളുടെ ഭീകരവാദം അങ്ങനെ എന്താ പറയാ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമല്ല. അത് കുറച്ച് പഴയ കഥയായതുകൊണ്ടേ ഉം. നമ്മൾ ഈ IS അതും ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ ഇതിപ്പോ ഞാൻ ISISന്റെ ഒക്കെ എന്നോട് പറഞ്ഞത് അവര് ജൂതന്മാരുണ്ടാക്കിയ പഠിച്ചത് കാര്യം. തെറ്റാണ് എന്നാണ്. അവര് പഠിച്ച രീതി തെറ്റാണെന്നാണ്. അപ്പൊ അവര് പഠിച്ചത് ഈ വഹാബിയത്താണ്. അതായത് ഇയാൾ ഇപ്പൊ പറയണ ഈ മുജാഹിദ് വിസ്ഡം ഒക്കെ ഉണ്ടല്ലോ, ആ ഇവരുടെ തൗഹീദാണ് ISISന്റെ ആശയം. ഓ ഇവരുടെ നേതാവായിട്ടുള്ള എനിക്ക് മുഹമ്മദ് ബിൻ അബ്ദുൽ തോന്നുന്നു വഹാബ് ഇതൊന്നും ചെയ്തത് അറിയാണ്ടാണ് ഇതില് വിശ്വസിക്കുന്നതാണ്. കാരണം അറിയാതെ ആയിരിക്കും. അതായത് ഉം. നമ്മുടെ ഉം. നാട്ടിൽ ഇപ്പം മുസ്ലിമായി ജീവിക്കുന്ന ആളുകൾക്കിടയിൽ ഉം. പൊതുവിൽ കാണുന്ന ഈ അന്ധവിശ്വാസം, അനാചാരം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇല്ലാത്ത ഒരു വിഭാഗം, ഉം. അതായത് പ്യുവർ ആയിട്ടുള്ള ദൈവവിശ്വാസം എന്നതാണ് ഇവരിൽ ആകൃഷ്ടരാവാൻ പല ആളുകളെയും പ്രേരിപ്പിക്കുന്നത്. അതാണ് ഉം. പലരുടെയും ആകർഷണം. ഉം. പക്ഷെ ആ തൗഹീദിന് പിന്നിൽ പതിയിരിക്കുന്ന വലിയ ദുരന്തം ആണ് ഉം. ഈ പറഞ്ഞ ISIS പോലെയുള്ള തീവ്രവാദ സംഘടനകൾ. ആ. അവർ ഈ തൗഹീദിന്റെ അളവുകോല് വെച്ച് അളന്നിട്ട് അതിൽ മുസ്ലിമോ അമുസ്ലിമോ ആയിട്ടുള്ള ആൾക്കാർ മുഴുവൻ, ഉം. അവരുടെ തൗഹീദിന്റെ അളവിന് പുറത്തുള്ള ആൾക്കാരെ മുഴുവൻ ശത്രുപക്ഷത്ത് തന്നെയാണ് നിർത്തുക. ഉം. 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 ഇനി ഇവരോട് ചോദിക്കും, ഞാൻ ചോദിക്കുന്നോട് തോന്നണ്ട, ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ, അങ്ങനെ ചോദിക്കാലോ. ആ. ബാക്ക്ഗ്രൗണ്ട് ഞാന് മേബിന്റെ സൗണ്ട് ഒക്കെ കേട്ട് അറിയുന്നുണ്ടാകും. അതുകൊണ്ട് എനിക്കത് ശരി. പറയുന്നില്ല. ഞാൻ ഇൻ കേസ് ഞാൻ ഉം. ഗസ് പറയാണ്. ഇപ്പൊ ബഹുദൈവ വിശ്വാസികൾ ആണ് ഇവര് പറയുന്ന മുഷിരിക് ആണ് എന്നെങ്കിൽ, ഉം. ഷിർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഉം. ഖുറാനിലൊരു വചനമുണ്ട്. ഉം. ഈ ബഹുദൈവ വിശ്വാസികള് ആയിട്ടുള്ള ഒരാള് ഉം. ഈ എന്താണ് ഈ നമ്മള് ദുർനടപ്പുകാരിയെയോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിയെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറയുന്നത്. ഉം. മനസ്സിലായോ? എന്ന് പറഞ്ഞാല് ബഹുദൈവ വിശ്വാസികളെ അമ്പലത്തിന് കൊടുക്കുക, വേശ്യാലയത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉം. മുജാഹിദ് ബാലുശ്ശേരി സമീകരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനമാണ് ഈ ഉം. പറയുന്നത്. ഉം. അതിന്റെ അടിസ്ഥാനം ഈ ബഹുദൈവ വിശ്വാസിയെയോ അല്ലെങ്കിൽ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരാളെയോ ആണ് ഉം. ഒരു പിന്നെ ബഹുദൈവ വിശ്വാസി കല്യാണം കഴിക്കുള്ളൂ എന്നാണ്. ഉം. മനസ്സിലായോ? ഉം. അതാണ് അവരുടെ കാഴ്ചപ്പാട്. പിന്നെ എങ്ങനെയാണ് അയാൾക്ക് അങ്ങനെ ഒരു പ്രണയം കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് അയാളുടെ ഉം. വിശ്വാസത്തെ മുൻനിർത്തിയിട്ട് അയാളോട് നേരിട്ട് ചോദിക്കുക തന്നെയാണ് ചെയ്യേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. ഉം. ഏഹ് ഇപ്പൊ ആള് പുറത്തേക്ക് എബ്രോഡാണ്. അപ്പം മേബി വന്നിട്ടുണ്ടെങ്കിൽ ഏകത്തിനൊന്ന് കാണാൻ പറ്റുമോ? അതൊക്കെ അന്നൊന്ന് ചെയ്യാം, നോ സംസാരിക്കാം. പ്രോബ്ലം. അങ്ങനത്തെ ഒക്കെ പരിപാടികൾ ഞാൻ ഈ ഡി ദഴവ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് ഇത്തരം ചില ഉദ്ദേശങ്ങളും കൂടി വെച്ചിട്ടാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ അകപ്പെടുന്നവർ ഇപ്പോൾ മതപരിവർത്തനത്തിന്റെ ചെറിയ എന്താ പറയാ സ്വാധീന വലയത്തിൽപ്പെട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു സംശയ നിവാരണത്തിനൊരു സ്ഥലം നമുക്ക് ഒരുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ ദഴവ ഇവർ നടത്തുമ്പോൾ അതിന്റെ ഡി ദഴവ ക്യാമ്പയിൻ കൂടി ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ട്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് അങ്ങനെ വ്യക്തിപരമായിട്ട് ആളുകൾ സംസാരിക്കാറൊക്കെ ഉണ്ട്. ഒന്ന് രണ്ട് സമയങ്ങളിൽ അങ്ങനെ ചില ആളുകളായിട്ട് കൂടിയിരിക്കും, സംസാരിക്കും. അതിൽ ചിലതൊക്കെ ഇപ്പൊ ഭയങ്കര ഡൗൺ ആയിട്ട് നിക്കുക. പഠിച്ചോണ്ടിരിക്കുന്ന ആളാണ് ഇപ്പൊ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഒന്നിക്കും ഫോക്കസ് ചെയ്യാൻ പറ്റണില്ല. ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ സാധാരണ പറയുന്ന പ്രണയത്തിന്റെ ആ ഒരു സംഭവം, അതിന്റെ സെന്റിമെന്റ്സും കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോഴുള്ള യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ രണ്ടുപേർക്കും വേണം. അത് വഹാബിസമാണ് ആളുടെ ആശയമെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. ഒരു സംശയം ആ കാര്യത്തിൽ. അത് ഞാനിപ്പോ നിങ്ങളെ പറയാതിരുന്നിട്ടോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പറയണല്ല, അതൊരു ഫാക്റ്റാണ്. എത്രയോ അനുഭവങ്ങൾ എന്റെ മുന്നിൽ ഇതുപോലെ നമ്മൾ സംസാരത്തിൽ വന്നിട്ടുണ്ട്. പലതും നമ്മൾ പുറത്തു വിടാൻ കഴിയാത്തതാണ്. കാരണം പുറത്തു വിടരുത് എന്നുള്ള പ്രശ്നമുള്ള ആളുകളുണ്ട്. ഇപ്പൊ ഇതെന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ഒരു ഒബ്ലിഗേഷൻസിലൊന്നും നിൽക്കുന്ന ആൾക്കാരല്ലല്ലോ. അപ്പൊ ഇത് ആളുകളിലേക്ക് വിടുന്ന കുഴപ്പമില്ല, എനിക്ക് ആളെന്ന് കേൾപ്പിക്കാലോ. ആള് മാത്രമല്ലെന്ന്, നിങ്ങളുടെ അതേ അവസ്ഥയിലിരിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവാം. അവരിത് മനസ്സിലാവട്ടെ.
ഉം. അപ്പോ അത് ഡീറ്റെയിൽസ് ഒന്നും വരില്ലല്ലോ അല്ലെ? ഇല്ലല്ല നമ്പർ പേരൊന്നും പറഞ്ഞിട്ടില്ല, നമ്പർ ഡീറ്റെയിൽ ഒന്നും കൊടുക്കുന്നില്ല. ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ ആള് അപ്പൊ വരുമ്പോ എന്നോട് കോണ്ടാക്ട് ചെയ്തോളൂ, ആ സംസാരിക്കാം. വിളിച്ചാ ഇനിയും കിട്ടുമല്ലോ അല്ലേ? കിട്ടും. ആ ഓക്കെ, താങ്ക് യു ശരി സോ ശരി. മച്ച്. പെട്ടെന്ന് എടുത്തോണ്ട് ഒന്നധികം ഓക്കെ, ഈ കുറെ നമ്പർ ഡൗട്ട് ഞാൻ ഉണ്ട്. നോട്ട് ചെയ്യാം. ഇങ്ങനത്തെ ആ സീരിയസ് മാറ്ററുകൾ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു സോ ഓക്കെ മച്ച്. ശരി. ഓക്കെ.